നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ 0.0025 ഡിവൈഡഡ് ബൈ 2.5. ഇവിടെ നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതുക. അപ്പോൾ 0.0025 ഡെസിമൽ പോയിന്റ് ഒഴിവാക്കി എഴുതുമ്പോൾ 25 എന്ന് എഴുതാം. താഴത്ത് 2.5 എങ്ങനെ എഴുതാം? 25 എന്ന് എഴുതാം. അപ്പൊ എന്താണ് 25/25? 1. ഇവിടെ ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 1, 2, 3, 4 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ 4 എന്ന് ഇവിടെ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനമുണ്ട്. ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 1 സ്ഥാനമേ ഉള്ളൂ. അതായത് ന്യൂമറേറ്ററിനേക്കാൾ 3 സ്ഥാനങ്ങൾ ഡിനോമിനേറ്ററിൽ കുറവാണല്ലോ. അപ്പോ 3 പൂജ്യം ഉള്ള 1000 കൊണ്ട് കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1/1000 എന്താണ്? 1/1000 0.001 നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കി 2 നമ്പേഴ്സും എഴുതുക. അപ്പോ 65/13 എന്ന് കിട്ടും. 13 × 5 ചെയ്യുമ്പോഴാണ് 65 കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ 5 ആണ്. ഇനി നമുക്ക് ഡെസിമൽ പോയിന്റ് കൊടുക്കാം. ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 1 സ്ഥാനമാണുള്ളത്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 3 സ്ഥാനമാണുള്ളത്. അതായത് ന്യൂമറേറ്ററിൽ 2 സ്ഥാനങ്ങൾ കുറവാണല്ലോ. അപ്പോ 2 പൂജ്യം ഉള്ള 100 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക കിട്ടുന്ന ആൻസറിന്. അപ്പൊ 5 × 100 നമ്മുടെ ആൻസർ 500 എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 5.25/2.5 ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.